ഈ പല്ല് അലൈൻ ചെയ്യാൻ വരുന്ന മിക്ക പേഷ്യൻസിൻ്റെയും ഡൗട്ടാണ് ബ്രേസസ് ചെയ്യണോ അലൈനസ് ചെയ്യണോ എന്ന്. സത്യത്തിൽ ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ. എന്നാലും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിലെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിസിബിലിറ്റിയാണ്. യൂഷ്വലി മെറ്റാലിക് ബ്രാക്കറ്റ്സ് ഇടുന്ന പേഷ്യൻസിന് ഇതിലെ മെറ്റാലിക് കോമ്പണൻസ് അഥവാ വയേഴ്സ് എല്ലാം കാരണം കോൺഫിഡൻസോട് കൂടി സംസാരിക്കാനോ ചിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട്. എന്നാൽ അലൈനർ ട്രീറ്റ്മെൻറ്റ് കണ്ണിലൊരു ലെൻസ് ഇടുന്നത് പോലെ സിമ്പിൾ ആയിക്കൊണ്ട് വായിലൊരു ട്രാൻസ്പെറൻറ്റ് ട്രേ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇത് ബ്രേസസിനെ പോലെ ബുദ്ധിമുട്ട് കാണാറില്ല. ഇതിൽ രണ്ടാമത്തെ ഡിഫറൻസ്, അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ അത് ഊരി വെച്ചിട്ട്. എന്നാൽ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടിയതോ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തേത്, അലൈനർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ക്ലിനിക്ക് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലോ ബ്രേസസ് എടുക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം. അതോടൊപ്പം അലൈനർ ട്രീറ്റ്മെൻറ്റ് ഒരു 4 to 10 months സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് 1.5 വർഷത്തിലധികം സമയമെടുക്കുന്ന ഒരു ലോങ് പ്രൊസീജിയറാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു സംശയമാണ്, അലൈനർ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും സാധിക്കുമോ എന്നുള്ളത്. 90% കേസുകൾക്കും പുതിയ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അലൈനർ വേണോ ബ്രേസസ് വേണോ എന്ന്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. Your smile, our commitment. Align Digital Dentistry and Facial Aesthetics. Bus Nadaka, Calicut.